Ladies and gentlemen, this is Adesh and welcome to my Kanedi. മമ്മൂക്കയ്ക്ക് ബോളിവുഡ്കാർ ഒരു ട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. നമ്മുടെ സണ്ണി ഡിയോൾ, അക്ഷയ് ഖന്ന ഇവരൊക്കെ അഭിനയിച്ച ഒരു ലീഗൽ ത്രില്ലർ അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂം ഡ്രാമ, അതാണ് ഇക്ക. സോ എനിക്ക് ഈ സിനിമയ്ക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു. ഒരു സൈഡ് സണ്ണി ഡിയോൾ, വില്ലനായിട്ട് അക്ഷയ് ഖന്ന, കോസ്റ്റ്യൂം ഡ്രാമ. ബോറിംഗ് പടം, ബോറിംഗ് പടം. മെലോഡ്രാമയാണ് സിനിമ, ഫുൾ മെലോഡ്രാമയാണ്. ഈ മറ്റേ കരച്ചിലും പിഴിച്ചിലും, അതായിരുന്നു ഈ സിനിമയ്ക്ക് പറ്റിയ പേര്. ഏതെങ്കിലും ഒരു കോർട്ട് റൂം ഡ്രാമ അല്ലെങ്കിൽ ഒരു ലീഗൽ ത്രില്ലറിൽ ഈ കരച്ചിലും പിഴിച്ചിലും കണ്ണീരും കിനാവും കണ്ടിണ്ട, അതാണ് ഈ സിനിമ. കോർട്ട് റൂം ഡ്രാമ എന്നൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ. 15%, സിനിമയുടെ 15% മാത്രമേ കോർട്ടും പരിപാടിയൊക്കെ കാണിക്കുള്ളൂ. സിനിമ തുടങ്ങുമ്പോൾ ഉള്ള കരച്ചിലാണ്. സണ്ണി ഡിയോളിന്റെ പണ്ടാട്ടിയുടെ കരച്ചിൽ ഒരു സൈഡ്, സണ്ണി ഡിയോളിന്റെ കരച്ചിൽ ഒരു സൈഡ്, അക്ഷയ് ഖന്നയുടെ പണ്ടാട്ടിയുടെ കരച്ചിൽ ഒരു സൈഡ്, ആ കൊച്ചിന്റെ കരച്ചിൽ വേറൊരു സൈഡ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു വിക്ടിം ആയിട്ടൊരു കൊച്ചിന്റെ, ആ കൊച്ചിന്റെ അമ്മയുടെ കരച്ചിൽ, വേറൊരു വക്കീലിന്റെ കരച്ചില്. കേസ് അന്വേഷണവും കോർട്ട് റൂം മറ്റേ വാദപ്രതിവാദങ്ങളും അതൊന്നും കാണിക്കുന്നില്ല. കരച്ചിലിന് ഒരു കുറവുമില്ല. സണ്ണി ഡിയോൾ ഇതില് വക്കീലാണ്. എന്താണ്, അർജുൻ മെഹ്റ അങ്ങനെ എന്തോ പേര്. വൺ അഡ്വക്കേറ്റ് ആണ്, ബെസ്റ്റ് ഇൻ ടൗൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആളൊരു കേസ് എടുത്താ പിന്നെ നോക്കുക വേണ്ട, അങ്ങനെ എങ്ങനെയെങ്കിലും ജയിച്ചിരിക്കും. അതുകൊണ്ടാണ് ഇക്ക എന്ന് വിളിക്കുന്നത്. ഇക്ക മീൻസ് ഏസ്, അല്ലാതെ മമ്മൂക്കയല്ല. സോ ആളുടെ പഴയ കൊളീഗ് ആൻഡ് ഇപ്പോഴത്തെ എനിമിയാണ് അക്ഷയ് ഖന്ന. അക്ഷയ് ഖന്നയാണ് ഇതിൽ വില്ലൻ. അക്ഷയ് ഖന്ന ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരാളെ തട്ടുണ്ട്, ഒരു പെണ്ണിനെ. ആ കേസ് നമ്മുടെ സണ്ണി ഡിയോൾ എടുക്കുള്ളൂ, പിന്നെ ജയിക്കുകയില്ലേ. ഇതാണ് പറഞ്ഞു പോണത്. അക്ഷയ് ഖന്നയ്ക്ക് ദുരന്തർ ഫീവർ മാറിയിട്ടില്ല തോന്നുന്നു. ആ ക്യാരക്ടർ തന്നെയാണ് അങ്ങനെ ഇതിലും പിടിച്ചിരിക്കുന്നത്. സെയിം എക്സ്പ്രഷൻ ഫ്രം ദ വെരി ഫസ്റ്റ് സീൻ ടു ദ ലാസ്റ്റ്. ഇങ്ങനെ കൂടി ആ ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ട് അങ്ങേര് ഇരിക്കുന്നുണ്ട്. ആൻഡ് അങ്ങേർക്ക് ഇതിൽ വലിയ റോളും ഇല്ല, അങ്ങേർക്ക് ഒരു റോളും ഇല്ല. അക്ഷയ് ഖന്നയുടെ തന്തപ്പിടി പറഞ്ഞിട്ട് ഒരാളെ കാണിക്കുന്നുണ്ട്. അയാൾ അക്ഷയ് ഖന്നയെക്കാളും ചെറുപ്പം. ബേട്ട എന്നൊക്കെ വിളിക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. അക്ഷയ് ഖന്നയ്ക്ക് അതിലും പ്രായമുണ്ട്. ആൻഡ് ഇതിൽ സണ്ണി ഡിയോളിന്റെ ഒരു ഇൻട്രോ ഉണ്ട്. ഇങ്ങനെ നടന്നു വരുന്ന കാണുമ്പോൾ ഇങ്ങനെ എന്തോ വല്ല സിനിമ ആക്ടറായിട്ട് അഭിനയിക്കുക തോന്നും. ലോയർ ആയിട്ടൊന്നും തോന്നുന്നില്ല. സ്ലോ മോഷനൊക്കെ ഇട്ട് കണ്ണടയൊക്കെ വെച്ച്, അയ്യോ വെരി ബോറിങ് പറഞ്ഞാൽ വെരി ബോറിങ്. ക്രിമിനൽ ജസ്റ്റിസ് ഒക്കെ കണ്ടവർക്ക് കോർട്ട് റൂം ഡ്രാമ പറഞ്ഞ അതിന്റെ ഒരു ബെഞ്ച് മാർക്കാണ് ക്രിമിനൽ ജസ്റ്റിസ്. അതിലെ മറ്റേ പങ്കജ് ത്രിപാഠിയുടെ ക്യാരക്ടർ പോയിട്ട് കേസ് അന്വേഷിക്കുന്നതും, അതേപോലെ തന്നെ ആ അന്വേഷണത്തിന്റെ പ്രോസസ്, ആ തെളിവ് കണ്ടെത്തുന്നതും വെരി നൈസ്. ഏത് സീസൺ വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോ. എന്നാൽ ഇതിൽ അന്വേഷണവും ഇല്ല, തെളിവ് കണ്ടുപിടിക്കണമില്ല. കോർട്ടിൽ നിന്ന് കഥ പറയുകയാണ്. ഒരു ഭാഗം വക്കീലിരുന്ന് കഥ പറയും, അത് കേട്ട് സണ്ണി ഡിയോൾ വേറെ കഥ പറയും. ഇതൊക്കെ കേട്ടിട്ട് ഇളിച്ചോണ്ടിരിക്കുന്ന ഒരു ജഡ്ജി 10 പൈസക്കൊള്ളാത്ത. ആദ്യം തന്നെ കില്ലറിനെ റിവീൽ ചെയ്യുന്ന പടങ്ങളിൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്, ഇതിലാണ് വെച്ച കോർട്ടിന്റെ ആ ഒരു പ്രൊസീജിയർ, അതാണ് ആ സിനിമ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. എന്നാൽ ഇതില് അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. എന്ത് പറയാം, കോർട്ട് ഈസ് അഡ്ജേർഡ്, അത് പറയാൻ വേണ്ടി മാത്രം ഒരു ജഡ്ജി സണ്ണി ഡിയോളിന് ഇക്ക പറഞ്ഞിട്ട് മ്യൂസിക് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് മമ്മൂക്കയ്ക്ക് ഒരു ക്യാമിയോ എങ്കിലും കൊടുക്കണമായിരുന്നു. അതാണ് മാന്യത. അതുപോലും അവർ ചെയ്തില്ല. ടുവേർഡ്സ് എൻഡിലും സണ്ണി ഡിയോള് ഈ മറ്റേ കഥ പറയുന്നുണ്ട്. ഈ ക്രൈം എങ്ങനെയാണ് നടന്നത്, എങ്ങനെയാണ് ഇവനെ കൊന്നത്, അല്ല എങ്ങനെയാണ് ഇവൻ കൊന്നത്, അതൊക്കെ ഉറക്കം വരികയാണ് കേട്ടിട്ട്. സാധാരണ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഗജാതി കിടുവായിട്ടായിരിക്കും പല സിനിമയിലും പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് പ്രസന്റ് ചെയ്യുക. അയ്യേ, ഇതൊരു ഉറക്കം തൂങ്ങിപ്പടം. ആൻഡ് ഇതിൽ സണ്ണി ഡിയോളിന്റെ ഭാര്യയായിട്ട് ഒരു സ്ത്രീ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ വെച്ച് മെലോ ഡ്രാമയില് കജോളിനെ വെട്ടിക്കാൻ ആളില്ല എന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കജോളിന്റെ സകലമായ ആൾക്കാരെയും വെട്ടിക്കും. എന്താ കരച്ചിലൊക്കെ കാണുമ്പോൾ അതെന്ന് പറയാനാ തോന്നുന്നു. ആൻഡ് സ്വന്തം മോൾക്ക് ക്യാൻസർ ആയിട്ടും സണ്ണി ഡിയോളിന്റെ കണ്ണിന്ന് ഒരു തുള്ളി വെള്ളം വരില്ല. അയ്യോ, ഒന്നും പറയാനില്ല. സോ ടു മീ പേഴ്സണലി ദിസ് ഇസ് എ വെരി ഡിസപ്പോയിന്റിംഗ് ഫിലിം. വേണ്ടവർ കണ്ടു നോക്കുക. എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. ഇക്ക ഈസ് സ്ട്രീമിംഗ് ഓൺ നെറ്റ്ഫ്ലിക്സ്. ഇതിലത്തെ ട്വിസ്റ്റും പരിപാടിയൊക്കെ പ്രെഡിക്റ്റബിൾ ആണ്. ആകെ ഇതിൽ കുറച്ച് നന്നായി പെർഫോം ചെയ്ത് തോന്നുമ്പോൾ എന്താണ് മിസ്രാജിയ, അങ്ങനെ ഏതൊരു വക്കീലുണ്ട്, ഒരു പെണ്ണുമ്പിള്ള. ഷി വാസ് നൈസ്. ബാക്കി 10 പൈസ കൊള്ളാത്ത പടം.